ഇടി മോളെ വെച്ചു ഇന്നും നിൽക്കുന്നുണ്ടല്ലോ സേതുമാധവൻ സാറ് നിന്നെയും കാത്ത്. അനഘ ഒരു കുറുമ്പോടെ ദക്ഷയെ നോയിക്കൊണ്ട് പറഞ്ഞു. നീയൊന്നും മിണ്ടാണ്ട് വരുന്നുണ്ട് അനഘ, നിനക്കറിയില്ല എന്റെ എല്ലാ കാര്യവും, പിന്നെ എന്തിനാടി വെറുതെ ഓരോന്ന് പറയുന്നത്? ദക്ഷ ഒരു വിഷമത്തോടെ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എടി മോളെ സോറി, ഞാൻ അതുകൊണ്ടല്ല, സേതു സാർ നല്ല മനുഷ്യനാണ്. നിനക്കാണെങ്കിൽ ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ ഏറെ സഹായിക്കും. ദുരവസ്ഥ. അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. ഇതൊരു കാണാക്കയമാണ് അനഘ, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള അസംഭവ്യമാണ്. അറിയാലോ നിനക്ക് ആ റോഷന്റെ കാര്യം. ഇപ്പോഴും കിടക്കപ്പായിൽ നിന്ന് എണീച്ചില്ലെന്ന് അറിഞ്ഞത്. എന്തിനാണ് വെറുതെ ഒരു പാവത്തിന് കൂടെ കൊലക്കൊടുക്കുന്നത്? കുറച്ച് നാൾ അവിടെ നിൽക്കും, പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് തക്കതായ മറുപടി കിട്ടില്ലെന്ന് അറിയുമ്പോൾ തിരിച്ചു പോയിക്കോളും. അപ്പൊ നിനക്ക് സേസാണ് ഇഷ്ടമല്ലടി? എനിക്കൊന്നും അങ്ങനെ തോന്നിയിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. അനഘ ഒരു വിഷമത്തോടെ പറഞ്ഞു. എനിക്കിതൊരു ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. ഈ പറയുന്ന സേതു സാറിനോട് പോലും. ഇഷ്ടം എന്ന് പറയുന്ന മനസ്സിൽ നിന്ന് വരേണ്ടതാ. ചിലപ്പോൾ എൻ്റെ അവസ്ഥയായിരിക്കും. എനിക്ക് അങ്ങനെയുള്ള വികാരം ഇതുവരെ തോന്നാൻ ഇടയാക്കാതിരുന്നു. അതേതായാലും നന്നായി. ഇനി ഒരിക്കലും അങ്ങനെ ഒരു വികാരം തന്നെ ചിലപ്പോൾ എന്നിലും ഉണ്ടാവില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ടമിടറിയിരുന്നു. ഇരുവരും സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന് സേതുമാധവന്റെ മുന്നിൽ കൂടെ നടന്നകന്നു. അപ്പോഴും സേതു തന്റെ ദക്ഷയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ദക്ഷയിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിക്കുമെന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. സേതു കണ്ണിമച്ചിമ്മാതെ അവളെ തന്നെ നോക്കി നിന്നു. പക്ഷെ അവളിൽ നിന്നൊരു നോട്ടം പോലും തന്നിലേക്ക് വന്നു ചേർന്നില്ല. പക്ഷേ അതയാൾ ഒരു വിഷമവും ജനിപ്പിച്ചില്ല. കാരണം അയാളത് പ്രതീക്ഷിച്ചതാണ്. അയാളിൽ അപ്പോഴും ഒരു പുഞ്ചിരി നിലനിന്നിരുന്നു. നടന്നിടന്ന് അവർ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലെത്തി. ദക്ഷ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ ചിന്തകൾ മുഴുവൻ വേറെ എവിടെയാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. പാവം, ഈ 25 വയസ്സിനുള്ളിൽ അവൾ അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഒരു നിമിഷം അനഘ തന്റെയും ദക്ഷയുടെയും ചെറുപ്പകാലത്തിലേക്ക് ഊളിയിട്ടു. ഇവൾ ദക്ഷ വാസുദേവ് വർമ്മ, പേരുകേട്ട കോയിക്കൽ തറവാട്ടിലൊരു അംഗമാണ്. തറവാടിന്റെ ആഠിത്യവും പെരുമയുമെല്ലാം ഇപ്പോൾ നശിച്ചു തുടങ്ങി. ചെറുപ്പത്തിലൊരു ആക്സിഡന്റിൽ അവരുടെ മാതാപിതാക്കൾ മരിച്ചുപോയിരുന്നു. പിന്നീട് ദക്ഷയെ നോക്കി വളർത്തിയത് അവളുടെ മുത്തശ്ശിയാണ്. ഇപ്പോൾ ദക്ഷയ്ക്കെന്ന് പറയാനുള്ളത് ആ ക്ഷയിച്ച് വീഴാറായിട്ടുള്ള തറവാട് മാത്രമാണ്. ദച്ചുവിന്റെ ഇളയ 2 സഹോദരിമാരെ മുത്തശ്ശി വിവാഹം കഴിപ്പിച്ച് അയച്ചു. അതിലൊരു മുഖ്യമായ പങ്ക് ദക്ഷയും വഹിച്ചിരുന്നു. അവൾ കിട്ടിയ വരുമാനമെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അവരിരുവരെ അവൾ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. സൗമ്യയും ദർശനയും ഇരട്ടകളാണ്, സാമ്യതയില്ല. ഇനി ദക്ഷയുടെ വിവാഹമാണ്. പക്ഷേ അതൊരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ അവനത് നടത്തില്ല. അവനെക്കുറിച്ച് ഓർത്തു അനഘയുടെ മുഖം ദേഷ്യത്താൽ വിറച്ചു. രാക്ഷസനാണ്, രാക്ഷസൻ. ധ്രുവാൻഷ് വർമ്മ, അവനൊരാൾ കാരണമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇപ്പൊ ഈ ഒരു അവസ്ഥയിലായതുപോലും. ഈ സമയം ദക്ഷയുടെ കണ്ണുകൾ പേടികൊണ്ട് നാലുപാട് അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്നും തന്റെ അടുക്കിലേക്ക് ഒരു പുരുഷന്മാരും വരരുതെന്നും അവൾ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദക്ഷയുടെ കളികളെല്ലാം കണ്ട് അനഘയ്ക്ക് ഒരേ സമയം സഹതാപവും ദേഷ്യവും തോന്നി. അവൾ കുറച്ചൊന്ന് ബോർഡായി നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ അവൾക്കുണ്ടാവില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ചില സമയങ്ങളിൽ സ്ത്രീ വല്ലാതെ ഭയം മൂലം ഉൾവലിഞ്ഞ് പോവാറുണ്ടല്ലോ, പ്രത്യേകിച്ച് തനിക്ക് തുണയായി ആരുമില്ലാത്ത സമയത്ത്. അനഘ പതിയെ നടന്നു വന്ന് ദക്ഷയുടെ ഷോൾഡറിൽ കൈവച്ചു. അത്രയും നേരം മറ്റാരെ തിരഞ്ഞുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അനഘയെ കണ്ടതും അവൾ പതിയെ ശ്വാസം ആഞ്ഞു വലിച്ചു. ഹോ, നീയായിരുന്നോ മനുഷ്യനെ പേടിപ്പിക്കാൻ? നിനക്കൊന്ന് സംസാരിച്ചിട്ട് തോളിൽ കൈവച്ചുകൂടായിരുന്നോ? ദക്ഷ ചെറിയൊരു ദേഷ്യത്തോടെ അനഘയോടായി ചോദിച്ചു. സത്യത്തിൽ അനഘയ്ക്ക് ദക്ഷയുടെ മുഖം കണ്ടപ്പോൾ ചിരിയാണ് വന്ന്. കാരണം ദക്ഷയ്ക്ക് ഒരിക്കലും ഒരാളോടും ദേഷ്യപ്പെടാൻ സാധിക്കില്ല. അവൾ അത്രയും നല്ലൊരു പെൺകുട്ടിയാണ്. തുളസി കതിരിന്റെ നൈർമല്യമുള്ളൊരു പെണ്ണ്. എന്താടി നോക്കി നിൽക്കുന്നത്? ദക്ഷ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാനെന്തോ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു. അല്ല, നീ കുറെ നേരമല്ലേ നാലുപാട് നോക്കുന്നേ? എന്താ നോക്കുന്നേ? അവളൽപ്പം ദേഷ്യത്തോടെ ദക്ഷയോട് ചോദിച്ചു. അത് പിന്നെ, അപ്പോഴേക്ക് അവളുടെ മുഖം ദയനീയത കൊണ്ട് നിറഞ്ഞിരുന്നു. മതി മതി, ഞാനൊന്നും പറയുന്നില്ല, ദാ ബസ് വന്നു, കയറ്. അവൾ കയറിപ്പോന്ന് ഒരുവൻ ദൂരം തന്റെ ബ്ലാക്ക് ടെസ്റ്റിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ കഴുകന്റെ കണ്ണുപോലെ ചുവന്നിരുന്നു. അവൻ ധ്രുവാൻഷ് വർമ്മ. അവൾ പോയത് അവന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. അവളുടെ ബസ് പോകുന്ന നോക്കിക്കൊണ്ട് തന്നെ അവനവന്റെ കാറെടുത്ത് മറു സൈഡിലേക്ക് പോയി. അവരുടെ ബസ് വന്നിന്ന് ഏറ്റവും പ്രശസ്തമായ വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനിയായ വെങ്കിടേശ്വര ഗ്രൂപ്പിന്റെ മുമ്പിലായിരുന്നു. അനഘ ഇവിടെ റിസപ്ഷനിൽ ജോലി ചെയ്യുകയാണ്. M.Com വരെ പഠിച്ച ഒരു ബിരുദാനന്ദ ബിരുദധാരിയാണ് നമ്മുടെ ദക്ഷ. അവളുടെ സാഹചര്യമാണ് അവളെ റിസപ്ഷൻ ജോലിയിലേക്ക് എത്തിച്ചത്. വീട്ടിലെ മോശാവസ്ഥയും അനിയത്തിമാരുടെ വിവാഹമാണ് അവൾ ഈ ഒരു ജോലിക്ക് നിർബന്ധിച്ച്. പല ഇന്റർവ്യൂകൾക്ക് പോയപ്പോൾ മോശമായ രീതിയിലുള്ള പ്രതികരണമാണ് ദക്ഷയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് വലിയ വലിയ ജോലികൾ തേടിയുള്ള പോക്ക് നിർത്തി. പിന്നീട് അനഘയാണ് പറഞ്ഞത് ഈ കമ്പനിയിൽ റിസപ്ഷൻ ഒഴിവുണ്ടെന്ന്, മാസം 18,000 രൂപ ശമ്പളമുണ്ടെന്ന്. തൽക്കാലത്തേക്ക് അത് മതിയും ദക്ഷയും വെച്ച്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു എല്ലാ സ്റ്റാഫുകളും ഓടിപ്പാഞ്ഞ് പണികളിലാണ്. എന്താ വർഷിച്ചി, ഇന്നിവിടെ എല്ലാവരും വലിയ ജോലിയിലാണല്ലോ?
അപ്പൊ മക്കളൊന്നും അറിഞ്ഞില്ലേ ഈ സ്ഥാപനത്തിന്റെ പുതിയ ചെയർമാനായിട്ട് മഹാദേവ് വെങ്കടേശ്വര ചാർജ് എടുത്തിട്ടുണ്ട്. അതിനിപ്പോ എന്താ, പഴയ ചെയർമാൻ അതായത് ആ സാറിന്റെ അച്ഛൻ സ്ഥാനം ഒഴിയുന്നു, പകരം ഈ സാറാണ് ജോയിൻ ചെയ്യുന്നതെന്നും കഴിഞ്ഞ ആഴ്ച കമ്പനിയിലേക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവിടെയാ മോളെ നിനക്ക് തെറ്റിയത്. പഴയ നമ്മുടെ വെങ്കടേഷ് സാറിന്റെ പോലെ എന്നല്ല ഈ സാറ്. സാക്ഷാൽ മഹാദേവന് തുല്യാണ്. ഏത് സമയം ദേഷ്യം മാത്രമേ ഉള്ളൂ, സ്ഥായിഭാവം. ആണോ? അനഘ ഒരു അമ്പരപ്പോടെ ചോദിച്ചു. അതെ, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ വിവരം. പുതിയ സാർ അങ്ങനെയൊന്നും ഓഫീസിലേക്കൊന്നും വരാറില്ലല്ലോ. ഏത് സമയം അമേരിക്കയിലാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ വെങ്കടേശ്വര സാർ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതന്നെ. അല്ല, ഇന്നത്തെ വർഷിച്ച് ഈ പ്രത്യേകത, ആ സാറെങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ദക്ഷേറെ നെഞ്ചിരിപ്പോടെ വർഷയോട് ചോദിച്ചു. അറിയില്ല മോളെ, വരുമൊന്നും ഇല്ലെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതെന്താ വർഷിച്ച് അങ്ങനെ പറഞ്ഞ്? അനഘ കുറച്ച് ആകാംക്ഷയോടെ ചോദിച്ചു. അപ്പൊ മക്കളൊന്നും അറിഞ്ഞില്ലേ, നമ്മുടെ 10 കോടിയുടെ ടെൻഡർ ഉണ്ടായിരുന്നല്ലോ, അത് വെറും ചില്ലറ എമൗണ്ടിന് നമ്മുടെ എതിർ ടീമിന് കിട്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കമ്പനിയിൽ ആരൊരാളെ ഒറ്റിക്കൊടുത്തെന്നാണ് പൊതുവെയുള്ള പരസ്യമായ സംസാരം. അതുകൊണ്ടാ ഞാൻ മുന്നേ പറഞ്ഞു ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. എന്തായാലും നിങ്ങൾ വേഗം റിസപ്ഷനിലോട്ട് പോവില്ലേരെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അവിടെ ഇരുന്നാ പോരെ. വർഷ കുറച്ച് വെയിറ്റ് ഇട്ട് പറഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ പെണ്ണുപിള്ളയുടെ ഈ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത. ചില സമയത്ത് വളരെ നല്ല സ്വഭാവമായിരിക്കും, ചില സമയത്ത് ഈ മാതിരി തറ വർത്താനാ പറയാ. എന്താണ് നമുക്കൊരു കുറവ്, നമ്മൾ പഠിച്ചോക്കല്ലേ, പിന്നെ സാഹചര്യനോട് ഈ പണി കയറിയുന്നില്ലുള്ളൂ. അനഘ മുഖം കുറച്ച് കയറ്റി വെച്ചുകൊണ്ട് ദച്ചുവിനോടായി പറഞ്ഞു. ആ പോട്ടടി, നമ്മുടെ വർഷ ചേച്ചിയല്ലേ, അതങ്ങനെയാ, പക്ഷെ മനസ്സ് നല്ലതാ. ദച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വേഗം റിസപ്ഷനിലേക്ക് നടന്നു. പുറകെ അനഘയെ. പെട്ടെന്നാണ് ഒരു അനൗൺസ്മെന്റ് കേട്ടത്. സ്റ്റാഫുകളെല്ലാവരും ഉടനടി കോൺഫറൻസ് ഹാളിൽ എത്തിച്ചേരണമെന്ന്. ആ സമയമായിടി, എനിക്ക് തോന്നുന്നു അയാളിപ്പോൾ എത്തുന്നു. എന്തായാലും വാ, പോയി വേഗം നടുഭാഗത്തായിട്ട് ഇരിക്കാം. എന്നാൽ അപ്പുറം നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്, നല്ല ധൈര്യയിലും ഉണ്ടാവുമല്ലോ. ഷോ, ഇവളെ കൊണ്ട് നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നടക്ക്. അവളെ ഉന്തിത്തള്ളിക്കൊണ്ട് മുന്നേ നടന്ന് ദച്ചു. പെട്ടെന്നാണ് ദച്ചുവിന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്ത്. മുത്തശ്ശി? അനഘ നീ നടന്നോ? മുത്തശ്ശിയാ, ഞാൻ എന്താ കാര്യം ചോദിച്ചിട്ട് വരട്ടെ? ഞാൻ നിൽക്കണോടി? വേണ്ടടി, എനിക്കും കൂടുതൽ ചെയർ പിടിച്ചേക്ക്, ഞാനിപ്പോൾ എത്താം. ഓക്കെ. അതും പറഞ്ഞ് അനഘ നടന്ന് നീങ്ങി. ദച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ മുത്തശ്ശി പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അല്പസമയം തമ്മിൽ സംസാരിച്ചു നിന്നു. ശരി മുത്തശ്ശി, ഞാൻ വരുമ്പോൾ വാങ്ങിക്കോളാം. മരുന്നിന്റെ പേരിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വെക്കുക. അതും പറഞ്ഞ് ദച്ചു ഫോൺ വെച്ചു. എന്റെ ഈശ്വര, ഇവിടെ ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ല. എല്ലാവരും ഇത്ര പെട്ടെന്ന് കോൺഫറൻസ് റൂമിൽ എത്തിയോ? ഇനി ലിഫ്റ്റ് തന്നെ ശരണം. അവൾ ഓടിപ്പോയി ലിഫ്റ്റ് ബട്ടൺ അമർത്തി. ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയതും അവൾ വേഗം അകത്തേറി അത് ക്ലോസ് ചെയ്തു. 10ാം നിലയിൽ ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയതും അവൾ വേഗം ഇറങ്ങി ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. കോൺഫറൻസ് ഹാളിന്റെ ഡോർ തുറന്ന് അവൾ കാലെടുത്ത് വെച്ചതും പെട്ടെന്നാണ് ഒരുവൻ വന്ന് അവളുടെ കാൽ കീഴിലേക്ക് തെറിച്ചു വന്ന് വീണു. ദക്ഷ ഒരു നിമിഷം പേടിച്ച് വിറച്ചുപോയി. അവൾക്ക് അവിടെ എന്താണ് സംഭവിച്ചെന്നൊരു എത്തുംപിടിയില്ലായിരുന്നു. അവൾ കണ്ണുകളടച്ച് ചെവികൾ രണ്ടും പൊത്തി പേടിയാലെ വിറച്ച് അവിടെ തന്നെ നിന്നു. ഈ മഹാദേവ് വെങ്കടേഷ് എന്നെ പറ്റിച്ചിട്ട് എന്റെ സ്ഥാപനത്തിൽ തന്നെ ജീവിച്ചു പോവാന്ന് കരുതിയടാ മോനെ. വിശ്വാസവഞ്ചന അത് ഞാനൊരിക്കലും വെച്ചുറപ്പിക്കില്ല. ആ ഘനഗാംഭീര്യ ശബ്ദം കേട്ടതും അറിയാതെ തന്നെ ദച്ചു കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കിപ്പോയി. കണ്ണുകളിൽ അഗ്നിയുമായി നിൽക്കുന്നവന് ദച്ചു പേടിയോടെ നോക്കി നിന്നു. മഹാദേവ് ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ദച്ചു അവിടെ തന്നെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അവൾ നോക്കുമ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ചേർന്ന് രാജീവിനെ പിടിച്ചു വരുത്തുന്നതാണ് കണ്ടത്. അപ്പോഴേക്ക് അവളുടെ അടുത്തേക്ക് അനഘ ഓടി വന്നു. എവിടെയായിരുന്നെടി മോളെ നീ ഇത്രയും നേരം? എന്റെ പൊന്നു മോളെ, എന്തൊരു നല്ല ഫൈറ്റ് സീനായിരുന്നു, അതല്ലേ നീ കൊണ്ട് മിസ് ചെയ്ത്? അനഘ താടി കൈ കൊടുത്തുകൊണ്ട് ദച്ചുവിനോടായി പറഞ്ഞു. നീ ഇത് അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞ് എനിക്കങ്ങനെ മനസ്സിലാവുക. അനഘ, കാര്യം നടന്നു വെച്ചാൽ വ്യക്തമായിട്ട് പറ. എന്നാൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയാം, നീ കേട്ടോ. അതായത് നമ്മുടെ പുതിയ പ്രൊജക്ടിന്റെ ഹെഡാണുള്ള രാജീവ് സാർ. ഓ സോറി, ഇനി ആളെ രാജീവ് സാർ എന്ന് വിളിക്കേണ്ട, അയാളുടെ പണി പോയല്ലോ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞെന്ന്? ആ വഞ്ചകനുണ്ടല്ലോ, അയാൾ കാരണം നമുക്ക് നമ്മുടെ കമ്പനിയുടെ ടെൻഡർ നഷ്ടമായത്. എന്തായാലും നമ്മുടെ MD കൊള്ളാം, എന്നാ പവറാ മോളെ ഓരോ അടിക്കും. രാജീവ് സാറിന്റെ എല്ലും തോലും വെള്ളമായി പോയിട്ടുണ്ടാവും. വൗ, ഫീലിംഗ് രോമാഞ്ചം. അങ്ങനെയൊന്നും പറയില്ലടി, പാവ രാജീവ് സാർ എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ല. ഒരു സങ്കടത്തോടെ അനഘയോട് പറഞ്ഞു ദച്ചു. അനഘ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ചുറ്റുള്ളവരെ നോക്കി. ദേ നീങ്ങോട്ട് വന്നേ. അതും പറഞ്ഞ അനഘ ദച്ചുവിനെ പിടിച്ചൊരു മൂലയിലേക്ക് നിർത്തി. ദേ പെണ്ണെ, നീ ഇപ്പൊ പറഞ്ഞു ആ രാജീവ് സാർ നന്മയുടെ നിറകൂടാണെന്നെങ്ങാനും ഇവിടെ വിളിച്ചു പറഞ്ഞാലേ അടുത്ത പണി പോകുന്നത് നിന്റേതായിരിക്കും. വേണ്ടാത്ത പണി കേൾക്കണ്ട. ആ രാക്ഷസനെങ്ങാനും കേട്ടുകൊണ്ട് വന്ന രാജീവ് സാർ ഇപ്പൊ പറത്തിയിട്ട പോലെ ആയിരിക്കില്ല നിന്നെ ചെയ്യുക. അതിനപ്പുറമായിരിക്കും നിന്റെ അവസ്ഥ. നിന്റെ അണിങ്ങോട്ട് വാടി. അതും പറഞ്ഞ് അനഘ ദച്ചുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും പാവം തോന്നി ഗൗരി രാജേഷ് സാറിനെ നോക്കുന്നുണ്ടായിരുന്നു. പാവം, അവൾ മനസ്സിൽ അവളോട് തന്നെ പറഞ്ഞു. എന്നാലും എന്റെ മുത്തശ്ശി എന്തടിയാ സാർ അടിച്ചെന്നറിയോ? എന്നാൽ ഇങ്ങനെ അടിക്കണ്ടായിരുന്നു. ദച്ചു ഒരു നിഷ്കളങ്കതയോട് മുത്തശ്ശിയോടായി പറഞ്ഞു. എന്റെ കുട്ടിയെ, നീ പുരാണം നിർത്തിയിട്ട് വേഗം ഭക്ഷണം കഴിക്കാൻ നോക്ക്.
ഇത് തന്നെയല്ലേ നീ വന്നപ്പോ തൊട്ട് പറഞ്ഞത്? അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടതന്നെയല്ലേ അയാൾ ചെയ്ത്? ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കാൻ പാടില്ല. അതൊക്കെ ശരിയാ മുത്തശ്ശി, പക്ഷെ അങ്ങനെ അടിച്ചപ്പോ എന്തോ കണ്ടിരിക്കുന്ന എനിക്ക് പോലും സങ്കടമായി. ഞങ്ങളുടെ പുതിയ എം ഡി മുത്തശ്ശി കാണണം, എന്തൊരു ഹൈറ്റാണെന്നറിയോ, നല്ല ഭംഗിയായിട്ട് കാണാൻ. ദച്ചു കണ്ണുകൾ വിടർത്തിക്കൊണ്ട് കുഞ്ഞുകുട്ടികളെ പോലെ പറഞ്ഞു. പക്ഷെ ആളുകളെ പോരായ്മ എന്താണെന്നറിയോ, അയാളുടെ പേര് പോലെ തന്നെ ഭയങ്കര ദേഷ്യമോ. സാക്ഷാൽ മഹാദേവനാണ് മുന്നിലെന്ന് പോലും തോന്നിനിക്ക്. ഞാൻ ഭയന്നുപോയി. കുട്ടി വിഷമിക്കേണ്ട കേട്ടോ, കുട്ടിക്കും വരും അതുപോലത്തെ നല്ലൊരു രാജകുമാരൻ. അന്ന് എൻ്റെ കുട്ടിയുടെ ദുരിതപ്പാടുകളെല്ലാം തീരും. അവൻ വന്ന് നിന്നെ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്ന മുത്തശ്ശി കണ്ണു നിറയെ കണ്ടു നിൽക്കും. നടന്നു തന്നെ എൻ്റെ മുത്തശ്ശി ആ ചെകുത്താൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദച്ചു എന്നാണ് പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്ന്. അത് പിന്നെ മുത്തശ്ശി, ഞാനറിയാതെ സോറി. സാരില്ല കുട്ടി, എനിക്കറിയാം. എന്തായാലും ഈ മുത്തശ്ശി ജീവനോടുള്ള കാലം എൻ്റെ കുട്ടി ആ ചെകുത്താന് കൊടുക്കില്ല. നിനക്ക് നല്ല ആലോചനകൾ നോക്കാൻ രാവണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തായാലും ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരും. എൻ്റെ കണ്ണടയും മുന്നേ നിന്നെ കൂടിയൊന്ന് എനിക്ക് സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം. അതുകൂടി കഴിഞ്ഞ് എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടക്കാലോ. മുത്തശ്ശി എന്തൊക്കെ ഈ പറയുന്നത്? കണ്ണടക്കാനോ? മുത്തശ്ശി എങ്ങോട്ട് പോകാനാ? ഇനിയും ജീവിക്കും 100 വയസ്സ് വരെ. മുത്തശ്ശിയെ കെട്ടിപ്പോണതുകൊണ്ട് അവൾ പറഞ്ഞു. 100 വയസ്സ് ഇപ്പൊ തന്നെ വയ്യാണ്ടായിരിക്കുന്നു. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയല്ലോ. എന്താ മുത്തശ്ശി? അത് പിന്നെ നിന്റെ അനിയത്തിമാര് 2 പേരിന്ന് വന്നിരുന്നു, ദിവ്യയും ദർശനയും. ഇന്ന് വന്ന് പുതിയൊരു കാര്യം കൊണ്ടാ. എന്താ കാര്യം മുത്തശ്ശി? അവർക്ക് ഇരുവർക്കും വേറെ വീട് വെച്ച് താമസിക്കണം പോലും. അതിന് നമ്മുടെ തറവാട് വിൽക്കണം, അവർക്ക് അവരുടെ ഭാഗം കൊടുക്കണമെന്ന്. ബേഷായി വയറ് നിറച്ച് വഴക്ക് പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞയച്ച്. ദച്ചു അതിനൊന്ന് മൂളി. ഞാനിപ്പോൾ എന്തു പറയാനാണ് മുത്തശ്ശി? അവർക്ക് അങ്ങനെ ചോദിക്കാൻ എങ്ങനെയാ തോന്നിയത്? അവർക്ക് ഇപ്പം എന്താ, നീയും ഞാനും പെരുവഴി കിടന്നാൽ അവർക്കൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ് അവരൊരു കുടുംബമായിട്ട് താമസിക്കുകയല്ലേ. ഇനിയിപ്പം നമ്മുടെ 2 പേരുടെ ആവശ്യമൊന്നും കാണില്ല. എന്തായാലും മുത്തശ്ശിയുടെ കുട്ടി ഭയപ്പെടേണ്ട കേട്ടോ. മുത്തശ്ശി ഈ സ്വത്ത് നിന്റെ പേരിൽ എഴുതി വെച്ച്. എൻ്റെ കുട്ടിക്ക് എന്ന് പറയാൻ മുത്തശ്ശിയുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുട്ടി തെരുവിലേക്ക് ഇറങ്ങാൻ പാടില്ല. പഴയതാണെങ്കിലും കുറച്ചു കാലം കൂടി നിനക്കിവിടെ നിൽക്കാം. ഇനി തനിച്ച് നിൽക്കാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ ഈ വീടും പറമ്പും വിറ്റ് കിട്ടുന്ന പണം ഏതെങ്കിലും ബാങ്കിലിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിലെങ്കിലും പോയി നിൽക്കുക. എത്ര കുടുങ്ങിയാലും നീ നിന്റെ അനിയത്തിമാരുടെ അടുത്തേക്ക് പോകരുത്. കാരണം അവരുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയതാ. മുത്തശ്ശി എന്തൊക്കെ ഈ പറയുന്നത്? ദച്ചുവിന് പേടിയാവുന്നുണ്ട് കേട്ടോ. ദച്ചു ഒരു ഭയത്തോടെ മുത്തശ്ശിയോടായി പറഞ്ഞു. പേടിക്കാൻ വേണ്ടിയല്ല മോളെ ഞാൻ പറഞ്ഞത്. ഇനി മുന്നോട്ട് ദൈവം എന്താണ് എൻ്റെ കുട്ടിക്ക് എനിക്കും വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു എന്നേ ഉള്ളൂ. മോള് പോയി കിടന്നു, സമയം കുറച്ച് അധികമായില്ലേ? ശരി, ഞാൻ കിടക്കാൻ പോവാണേ. അവൾ പുഞ്ചിരിച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. രാത്രി എന്തുകൊണ്ടോ ദച്ചുവിന് ഉറങ്ങാൻ സാധിച്ചില്ല. മനസ്സെല്ലാം കലുഷിതമായതുപോലെ. അതുകൊണ്ട് അവൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി തൊഴാമെന്ന് കരുതി. മുത്തശ്ശി, ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. വേഗം വരണം കേട്ടോ, ഓഫീസിൽ പോവാനുള്ളതാ, മറന്നു പോകണ്ട. ഇല്ല എൻ്റെ ജാനിക്കുട്ടിയെ, ഞാൻ വേഗം വരാം. അതും പറഞ്ഞ് ദച്ചു അമ്പലത്തിലേക്ക് വേഗം നടന്നകന്നു. എൻ്റെ ഭഗവാനെ, എൻ്റെ കുട്ടിയെ കാത്തോളണേ. മുത്തശ്ശി മുകളിലേക്ക് നോക്കി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അമ്പലത്തിലെ ഓരോ പടികൾ കയറുമ്പോൾ ദച്ചുവിന് വല്ലാത്തൊരു ഉണർവ് വരുന്ന പോലെ തോന്നി. ഈ സമയം ശ്രീകോവിലിന്റെ അകത്ത്. ഏട്ടാ, ഒന്ന് വേഗം വന്നേ, നടപ്പ് അടക്കൂട്ടോ. ഇല്ല എൻ്റെ ഇന്ദു, ഏട്ടൻ്റെ കുട്ടിയൊന്ന് പതിയെ നടന്നേ. പക്ഷേ ഇന്ദു അതൊന്നും കേൾക്കാതെ മഹാദേവന്റെ കൈയും പിടിച്ച് വേഗത്തിൽ നടന്ന് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ദു പ്രാർത്ഥിച്ചു കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ മഹാദേവ് അപ്പോഴും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അവൾ ചിരിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് തൊഴാൻ പോയി. ഈ സമയമാണ് ദച്ചു അങ്ങോട്ട് കയറി വന്നത്. തന്റെ ഇടതുവശം നിൽക്കുന്ന മഹാദേവിനെ ദക്ഷ കണ്ടിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറയാം. കാരണം ഭഗവാന്റെ മുമ്പിലെത്തുമ്പോൾ അവൾക്ക് 100,000 പരാതികൾ പറയാനുണ്ടായിരുന്നു. കണ്ണുകളടച്ച് ശിവഭഗവാനെ മരമുരുകി പ്രാർത്ഥിച്ചവൾ. മുത്തശ്ശി ഇന്നലെ അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ ഓടി നടന്നു. അതെല്ലാം അവൾ ഭഗവാനോട് ഒരു പരാതിയായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമയം മഹാദേവ് വെങ്കടേശ്വർ പൂരനക്ഷത്രം പുഷ്പാഞ്ജലി. തിരുമേനി. മഹാദേവ് പൂജാരിയിൽ നിന്ന് പ്രസാദം വായിച്ചു. എന്റെ ഇന്ദു, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ പേരിൽ മാത്രം ഒന്നും കഴിപ്പിക്കരുതെന്ന്. അത് പറഞ്ഞവൻ അതിൽ നിന്നൊരു നുള്ളി ചന്ദനം തന്നെ മോതിരവിരലാൽ എടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന പെണ്ണിന്റെ നെറ്റിയിൽ ചാർത്തി. നെറ്റിയിൽ എന്തോ തണുപ്പ് തോന്നിയപ്പോൾ വെച്ചു കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കിയത് കാണുന്നത് മഹാദേവനെ ആയിരുന്നു. ഒരു നിമിഷം മഹാദേവനൊന്ന് ഞെട്ടി. കാരണം തന്റെ അനിയത്തി ഇന്ദുവാണ് തൊട്ടരികിൽ നിൽക്കുന്നതെന്നാണ് അവൻ വിചാരിച്ചത്. ഒരു നിമിഷം പകപ്പോടെ
ഇരുവരും മുഖത്തോട് മുഖം നോക്കി നിന്നു. ഈ സമയം ശ്രീകോവിലെ മഹാദേവന്റെ ചുണ്ടിൽ ആരുമറിയാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. തന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടെന്ന ആളെ കണ്ടപ്പോൾ ദച്ചു ആകെ തരിച്ച് നിന്നുപോയി. ഒരിക്കലും തന്റെ MD അവളോട് പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യത്തിൽ അതിന്റെ ഒരു ഞെട്ടില്ലായിരുന്നു ദച്ചു. സോറി, ഞാൻ കരുതി എന്റെ അനിയത്തിയാണെന്ന്. അത്രയും പറഞ്ഞ് അവളെ നോക്കാതെ മഹാദേവ് ദച്ചുവിനെ മറികടന്നുപോയി. പെട്ടെന്നാണ് അമ്പലത്തിലെ മണിനാഥൻ ശബ്ദിച്ച്. ഒരു ഞെട്ടലോടെ സ്വഭാവത്തിലേക്ക് വന്ന ദക്ഷ ചുറ്റുമൊന്ന് നോക്കിയവന്. പക്ഷെ പിന്നീട് മഹാദേവന് അവിടെയൊന്നും അവൾ കാണാൻ സാധിച്ചില്ല. ഈ സമയം മഹാദേവും അവന്റെ പ്രിയ സഹോദരി ഇന്ദ്ര എന്ന ഇന്ദു പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മഹാദേവനെ നമുക്ക് ദേവെന്ന് വിളിക്കാം. എന്റെ ദേവേട്ട, എന്തൊരു തിരക്കാണ്, പതിയെ നടന്നാ പോരെ. അപ്പോഴേ അമ്മ പറഞ്ഞ ദേവേട്ടന്റെ കൂടെ അമ്പലത്തിലേക്ക് വന്ന ഇതായിരിക്കും എന്റെ ഗതിയെന്ന് ഇന്ദു അല്പം പരിഭവത്തോടെ തന്റെ ഏട്ടനായ ദേവിനോട് പറഞ്ഞു. എനിക്ക് ഓഫീസ് പോവുള്ളതാ. നമ്മൾ വന്ന കാര്യമെല്ലാം ഭംഗിയെ കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് എന്തുട്ടി മുഖത്ത് ഇത്രയും പരിഭവം? അത് പിന്നെ എനിക്ക് മാലയും വളയെല്ലാം വാങ്ങണമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ. ഇന്ദു തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ട് കാറിന്റെ വശത്തേക്ക് നോക്കിയിരുന്നു. ഓ, അതാണ് ഇത്ര ആഗോള പ്രശ്നം. ഇത് പിടിക്കുക. പുറത്തു പോയി നിനക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ. മഹാദേവന്റെ കയ്യിലുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് എടുത്ത് തന്നെ അനിയത്തിക്ക് നേരെ നീട്ടി. അത് കണ്ടതും ഇന്ദുവിന് അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. തന്റെ ഏട്ടൻ താൻ എന്താഗ്രഹിച്ചാലും പെട്ടെന്ന് തന്നെ സാധിച്ചു തരാൻ നോക്കുന്നവൻ. എന്താ ഇതുട്ടി നോക്കി നിൽക്കുന്നു? വാങ്ങിക്കോ. വേണ്ട ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് ചോദിക്കാതിരിക്കില്ലല്ലോ. ഇപ്പൊ ഏട്ടൻ ഈ കാർഡ് കൈ തന്നെ വെച്ചോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അപ്പൊ നിനക്ക് ഫാൻസി ഐറ്റംസ് വാങ്ങണ്ടേ? അതൊന്നും ഇപ്പൊ വേണ്ട, എന്റെ കയ്യിലുണ്ട്, അത് മതി. അത്രയും പറഞ്ഞ് ഇന്ദു തന്റെ ഏട്ടനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. മഹാദേവൻ അവളുടെ തലയിലും തലോടി. ഏകദേശം 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അവനും അവളും തമ്മിൽ. അതുകൊണ്ട് തന്നെ മഹാദേവൻ എപ്പോഴും തന്റെ അനിയത്തി സ്വന്തം മകളെ പോലെ തന്നെയാണ്. അവരുടെ ഏട്ടനും അനിയത്തി തമ്മിൽ വല്ലാത്തൊരു ബോണ്ടിങ് ആണ്. അതുപോലെ ഒരു ഏട്ടനെ കിട്ടാൻ അവളെന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്നാണ് പലരും അടക്കം പറയാറുള്ളത്. വീട്ടിലേക്ക് വളരെ ധൃതിയിലാണ് ദച്ചു കയറി വന്നത്. ദച്ചു അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടു അവൾക്കായുള്ള ടിഫിൻ ബോക്സ് എല്ലാം ഒരുക്കി അവളെയും കാത്തിരിക്കുന്ന മുത്തശ്ശിയെ. എന്റെ കുട്ടി, നീ ഇത്രയും സമയം എന്ത് ചെയ്യായിരുന്നു? ഓഫീസിൽ പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ല നിനക്ക്? മുത്തശ്ശി സ്നേഹപൂർവ്വം ദച്ചുവിനെ ശാസിച്ചു. അയ്യോ എന്റെ മുത്തശ്ശിയുടെ കുട്ടി മനഃപൂർവ്വം വൈകിയതല്ല. പിന്നെ എന്താണെന്നറിയില്ല, എനിക്കിന്ന് അധിക സമയം അമ്പലത്തിൽ നിൽക്കാനാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ നിന്നുപോയി. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ശരി, എന്തായാലും എന്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി, വെറും വയറായിട്ട് പോവാതെ. കുട്ടി ഇപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കേണ്ട പ്രായം. അതൊന്നും സാധനമില്ല. ഇപ്പൊ പോയില്ലെങ്കിൽ ആ ബസ് അങ്ങ് പോകും. പിന്നെ ഞാൻ ഓഫീസിലെത്തിയ ആ മാനേജറുടെ വായിലിക്കുന്ന കേൾക്കേണ്ടി വരും. ഞാൻ ക്യാൻറ്റീനിൽ എന്തെങ്കിലും കഴിച്ചോളാം. തൊട്ടടുത്തായി വെച്ചിരിക്കുന്ന ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് മുത്തശ്ശിക്ക് ഒരു ഉമ്മ നൽകിക്കൊണ്ട് അവൾ ആ വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി. ഇങ്ങനെ ഒരു പെൺകുട്ടി. മുത്തശ്ശിക്ക് ദച്ചുവിന്റെ ഓട്ടം കണ്ട് പാവം തോന്നി. എങ്ങനെ കഴിയേണ്ട കുഞ്ഞായിരുന്നു എന്റെ കൃഷ്ണ, അതിന്റെ ഒരു വീതി. അവർ സ്വയം പരിതപിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എന്തോ ഭാഗത്തിന്റെ കറക്റ്റ് സമയത്ത് തന്നെ ദച്ചു ഓഫീസിലെത്തിയിരുന്നു. റിസപ്ഷനിൽ നിന്ന് തന്റെ ജോലി ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് അവൾക്കൊരു കോൾ വന്ന്. ദക്ഷ, കം ടു മൈ ക്യാബിൻ. മഹാദേവന്റെ ഘനഗാംഭീര്യ ശബ്ദം അവളുടെ ചെവിയിലേക്ക് ഇരച്ചെത്തിയതും ഒരു നിമിഷം ദക്ഷ പേടികൊണ്ട് വിറച്ചുപോയി. സർ. അസ്വസ്ഥമായ മനസ്സോടെ മഹാദേവന്റെ ക്യാബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്തിനായിരിക്കും തന്നെ വിളിച്ചെന്നറിയാതെ ഉടറുകയായിരുന്നു ദക്ഷയുടെ മനസ്സ്. വിറച്ചുകൊണ്ടാണ് ദക്ഷ ദേവിന്റെ മുറിയിലേക്ക് കയറി ചെന്ന് അനുവാദം വാങ്ങി അകത്തേറിയ ദക്ഷ അല്പസമയം അവിടെ നിന്നു. പക്ഷേ അവളെ ശ്രദ്ധിക്കാതെ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഹാദേവ് തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടത് തന്റെ ഇരു കൈകളും കൂട്ടി തിരുമ്മിക്കൊണ്ട് ദക്ഷ വീണ്ടും അവനെന്ന് വിളിച്ചു. സർ, വിളിപ്പിച്ചത്? പെട്ടെന്നാണ് മഹാദേവ് തലയുയർത്തി ദക്ഷയെ നോക്കിയത്. അവന്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ദക്ഷയുടെ നെറ്റിലായി കാണുന്ന ആ ചന്ദനക്കുറിയിലായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു. താ M.Com കംപ്ലീറ്റ് ആണല്ലേ? പെട്ടെന്നുള്ള മഹാദേവന്റെ ചോദ്യത്തിൽ നമ്പരുന്നെങ്കിലും പിന്നീട് തലയാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. യെസ് സർ, ഞാൻ കംപ്ലീറ്റ് ആണ്. ആക്ച്വലി ഇന്നലെയാ ഞാൻ തന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്തത്. ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് ദക്ഷയൊന്നും കരുതരുത്. റിസപ്ഷനിൽ തന്നെ നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒരു നിമിഷം മഹാദേവന്റെ തുറന്നു പറച്ച് ദക്ഷയ്ക്ക് തന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിപ്പോയി. കാരണം ഈ ഒരു ജോലിയുള്ളതുകൊണ്ട് മാത്രമാണ് താനും മുത്തശ്ശി ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അതുകൂടാതെ തന്റെ 2 അനിയത്തിമാരെ വിവാഹം കഴിപ്പിച്ചയച്ചതിന്റെ ബാധ്യതകൾ ഇപ്പോഴുമുണ്ട്. അതെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അടച്ച് വീട്ടുന്നത്. തന്റെ ശരീരം തളരുന്ന പോലെ തോന്നി ദക്ഷയ്ക്ക്. ഒപ്പം കണ്ണുകളെല്ലാം നിറഞ്ഞു. എങ്കിലും അത് പുറത്തേക്ക് വെമ്പാതിരിക്കാൻ വേണ്ടി അവൾ നന്നേ പാടുവിടുന്നുണ്ടായിരുന്നു. സർ, എനിക്ക് സത്യത്തിൽ മഹാദേവന്റെ ആ ഗൗരവമാർന്ന മുഖത്തേക്ക് നോക്കാൻ പോലും അവൾ ഭയപ്പെട്ടു. അവൾക്ക് അവനോട് തന്നെ ഇവിടുന്ന് പറഞ്ഞേക്കരുതെന്ന് കാല് പിടിച്ച് പറയാൻ തോന്നി. പക്ഷെ എന്താണെന്നറിയില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ദക്ഷ, ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഒരു പേഴ്സണൽ സെക്രട്ടറി ആവശ്യമാണ്.
അതിനുവേണ്ടി പരസ്യം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഞാൻ അവിചാരിതമായിട്ട് തന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചും തന്റെ ക്വാളിഫിക്കേഷൻ കണ്ടത്. അതുകൊണ്ട് താൻ ഇനി റിസപ്ഷനിൽ ജോലി ചെയ്യണ്ട, പകരം എന്റെ PS ആയിട്ട് ഇവിടെ തന്നെ ഈ ക്യാബിൽ കാണണം. ആ പിന്നെ ഇപ്പൊ കിട്ടുന്ന സാലറി ഡബിൾ ആയിരിക്കും എന്റെ PS ആയിരിക്കുമ്പോൾ കിട്ടുക എന്ന് പറയുന്നു. തനിക്ക് സമ്മതമാണോ എന്റെ PS ആവാൻ? ഒരു നിമിഷം മഹാദേവ് അങ്ങനെ പറഞ്ഞു. ദക്ഷയാകെ ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. അവൾക്ക് അവനോട് എന്താണ് പറയേണ്ടെന്ന് അറിയില്ലായിരുന്നു. ദക്ഷ! മഹാദേവിന്റെ അല്പം ഉറക്കെയുള്ള വിളിയിലാണ് ദക്ഷയ്ക്ക് ബോധം വന്ന്. സർ, എനിക്ക് സമ്മതം. അവൾ എങ്ങനെയൊക്കെ അവനെ മുഖത്ത് നോക്കി പറഞ്ഞു. ഓക്കെ, എന്നാൽ നേരെ മാനേജർ പോയി കാണും. തനിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനു മുന്നേ റിസപ്ഷനിസ്റ്റ് എന്ന പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്യുന്നെന്ന് പറഞ്ഞൊരു മെയിൽ അയക്കാൻ മറക്കണ്ട. ശരി സർ. ദക്ഷയുടെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചിരുന്നു. അവൾക്ക് ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് അനഘയോട് പറയാൻ വേണ്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി ഒരുങ്ങിയത് പെട്ടെന്നാണ് മഹാദേവളെ പുറകിൽ നിന്ന് വിളിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി, സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. നേരെ വൈകിയെങ്ങാനും വന്നാൽ പിന്നെ എന്റെ PS എന്ന പോസ്റ്റിൽ താൻ ഉണ്ടാവില്ല. അതെപ്പോഴും ഓർത്തിരിക്കണം. അതുകൂടെ എന്റെ കൂടെ ചിലപ്പോൾ പല യാത്രകളും ചെയ്യേണ്ടി വരും. ഐ മീൻ PS ആയതുകൊണ്ട് മാത്രം ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ മാത്രം താൻ ഈ ജോലി കയറിയാൽ മതി. ഒരു നിമിഷം മഹാദേവൻ അങ്ങനെ പറഞ്ഞു. ദക്ഷ അല്പസമയം അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചു. സാരമില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഈ ജോലി നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എങ്ങനെയെങ്കിലും കടബാധ്യത തീർത്ത് എനിക്ക് മുത്തശ്ശിക്ക് ഒരു ദിവസമെങ്കിലും ആ തറവാട്ടിലൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. പിന്നെ ആ രാക്ഷസനെ ഇടയ്ക്കെങ്കിലും കാണാതെങ്കിലും ഇരിക്കാലോ. അവന്റെ മുഖമോർത്തു ദക്ഷയുടെ ശരീരമൊന്ന് പേടിയാൽ വിറച്ചുപോയി. എങ്കിലും അത് പുറത്താണിക്കാതെ അവൾ മഹാദേവനോട് പറഞ്ഞു. എനിക്ക് സമ്മതമാണ് സാർ. ഓക്കെ, എന്നാൽ ഇന്നുകൂടി റിസപ്ഷനിൽ നിന്നുള്ളൂ. നാളെ മോർണിംഗ് ഇവിടേക്ക് നേരിട്ട് വരണം. മനസ്സിലായല്ലോ? ഓക്കെ, യു മേ ഗോ നൗ. ക്യാബിന്റെ പുറത്തിറങ്ങിയത് ദക്ഷ ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. രക്ഷപ്പെട്ടു. റിസപ്ഷനിലേക്ക് ഓടിവരും ദക്ഷയെ കണ്ട് അനഘ വാപ്പൊളിച്ച് നിന്നുപോയി. കാരണം അവളുടെ മുഖത്ത് അത്രയും സന്തോഷമുണ്ടായിരുന്നു. ദക്ഷയുടെ സന്തോഷത്തിന്റെ കാരണമെന്നറിയാൻ അനഘ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ടിരുന്നു. ഓഫീസാണെന്ന് പോലും നോക്കാതെ ദക്ഷ വന്ന അനഘയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ വട്ടം ചുറ്റിച്ചു. അയ്യോ എന്റെ പെണ്ണെ, ഇവിടേക്ക് CCTV ക്യാമറ ഉള്ളതാ, നീ ഇതെന്ത് പണി കാണിക്കുന്നത്? സത്യത്തിൽ അപ്പോഴാണ് ദക്ഷയ്ക്കും ബോധം വന്ന്. അവൾ വേഗം നല്ല കുട്ടിയായി അനഘയുടെ അടുത്തേക്കുന്നുണ്ട്. നേരത്തെ മഹാദേവൻ അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സത്യമാണ് നീ പറയുന്നത്? എനിക്ക് അവിടെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സത്യ അനഘ, ഞാനും ആദ്യം വല്ലാത്തൊരു അവസ്ഥയിലായി പോയിരുന്നു. പക്ഷെ സാറിന്റെ PS ആയി തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്രമാത്രം നിനക്കറിയും. ഇനി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും അല്ലേ അനഘ? നിഷ്കളങ്കമായ മുഖത്തോടെ അനഘയോട് ചോദിക്കുന്ന ദക്ഷയെ കണ്ടത് അവൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നി. കുറെ അനുഭവിക്കുന്നുണ്ട് തന്റെ തെച്ച്. എല്ലാത്തിൽ നിന്നും അവൾക്ക് ഉടനെ തന്നെ ഒരു മോചനം ലഭിക്കുമെന്ന് അനഘയുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ, ഞാൻ മറന്നു. മാനേജർ സാറിനെ പോയി കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് വേഗം വരാമേ. അനഘയോട് അത്രയും പറഞ്ഞു ദച്ച് നേരെ മാനേജറുടെ ക്യാബിലേക്ക് നടന്നു നീങ്ങി. മാനേജർ കൃഷ്ണൻ സാർ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ദക്ഷ എന്ന് പറഞ്ഞ മകളെ പോലെയാണ്. അദ്ദേഹമാണ് ദക്ഷയെ മഹാദേവന്റെ PS വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ഇതൊന്നും ദച്ചുവിനെ അറിയില്ല. പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് കയറിയൊന്നും ദച്ചുവിനെ കണ്ടതും കൃഷ്ണൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വരണം MDയുടെ PS. അപ്പൊ നാളെ തൊട്ട് ഇനി എനിക്ക് ദക്ഷയെ കാണാൻ കിട്ടില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല കൃഷ്ണ സാർ, ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവില്ല. സാറൊന്ന് വിളിച്ചാൽ മതി, ഞാൻ വേഗം വന്നോളാം. കുട്ടി ഇങ്ങനെ ഭാവമായിട്ട് ഒരിടത്ത് നിൽക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞാലേ അല്പം കോൺഫിഡന്റ് ഉള്ളൊരു കേളായിരിക്കണം. നീ ഇങ്ങനെ തൊട്ടാവാടയിൽ നിന്നാ മഹാദേവൻ സാറ് നിന്നിട്ട് അനക്കും. അധികം വൈകാതെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്യും. അതുകൊണ്ട് ദക്ഷ, നീ അല്പം ബോൾഡായിട്ട് നിൽക്കണം. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്? മനസ്സിലായി. ഉള്ളിൽ അല്പം ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ദക്ഷ കൃഷ്ണസാറിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇയാളുടെ റെസിഗ്നേഷൻ മെയിൽ ഞാൻ കണ്ടു. ഇതാണ് PS ജോയിൻ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അപ്പൊ നാളെ രാവിലെ ഐശ്വര്യമായിട്ട് പോന്നോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, PSന് അങ്ങനെ സമയമൊന്നുമില്ല. MD എപ്പോഴാണ് എത്തുന്നത് അതിനു മുന്നേ താനിവിടെ എത്തണം. മഹാദേവ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് 15 മിനിറ്റ് മുന്നേ നിനക്ക് മെസ്സേജ് അയക്കും. അദ്ദേഹം വരുന്നതിന് മുന്നേ തന്നെ താൻ ഇവിടെ ഓഫീസിൽ എത്തിയിരിക്കണം. എപ്പോഴും നേരത്തെ റെഡിയായി ഒരുങ്ങിയിരിക്കണം. എപ്പോഴാ വിളി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഡ്രൈവർ കാറുമായിട്ട് നിന്റെ വീട്ടിലേക്ക് വരാം. അതിൽ കയറിങ്ങി പോന്നാ മതി. പിന്നെ മൊബൈൽ ഫോൺ മസ്റ്റായിട്ട് വേണ്ടൊന്നാ. നിന്റെ കയ്യിലുള്ള ഫോൺ ഏതാ? കൃഷ്ണ സാർ അങ്ങനെ ചോദിച്ചു. അവൾ നോക്കിയുടെ പഴയ കീപാഡ് ഫോൺ എടുത്ത് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ആ ഫോൺ എന്റെ കൃഷ്ണ സാറിന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. കാരണം അത്രയും പഴയ പുരാവസ്തുവായിരുന്നു ആ ഫോണ്. എനിക്ക് ചോദിക്കാൻ തോന്നിയ ഭഗവാന്റെ കൃപ. ഇതുകൊണ്ട് നാളെ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ എടുത്ത് പാടാക്കി ചോരിൽ ആണിയടിച്ച് തൂക്കിയേനെ. ഒരു കാര്യം ചെയ്യും, ഞാൻ HR വിളിച്ചു പറഞ്ഞു അരുണിനോട് ഞാൻ പറയാം നിനക്ക് സാലറി അഡ്വാൻസ് തരാൻ. ഇന്ന് തന്നെ പോയൊരു ഫോൺ വാങ്ങണം. നീ ആരെ വിളിച്ചിട്ടാണെങ്കിലും സാരമില്ല. ആ ഫോണിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. മനസ്സിലായല്ലോ? ശരി സർ. താൻ വിചാരിച്ച പോലെ PS എന്ന് പറയുന്ന അത്ര ചെറിയ ജോലിയല്ലെന്നുള്ള കാര്യം ആ സമയം മനസ്സിലാക്കിയാലും ദക്ഷ.
കുട്ടി ഇങ്ങനെ ഭയപ്പെടുകയൊന്നും വേണ്ട. സമയത്തിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും മഹാദേവ് സാർ അല്പം സ്ട്രിക്റ്റാ. പോകെ പോയ കുട്ടിക്ക് അത് മനസ്സിലായിക്കോളൂ. എന്നാ കുട്ടി പോയിക്കോളൂ. HR ചെന്ന് അരുണിനെ കണ്ടാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പെർമിഷൻ വാങ്ങി ദച്ചു നേരെ HR-ലേക്ക് വെച്ച് പിടിച്ചു. അവിടുന്ന് അരുണിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങാനുള്ള പണം വാങ്ങി അവൾ നേരെ അനഘയുടെ അടുത്തേക്കാണ് ചെന്ന്. കൃഷ്ണസാറിനോട് നേരത്തെ പോകാൻ പെർമിഷൻ വാങ്ങി രണ്ടുപേരും തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറി അത്യാവശ്യം മോശമില്ലാത്തൊരു മൊബൈൽ ഫോൺ അവൾക്ക് വേണ്ടി വാങ്ങി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയാണ് ഒരു മൊബൈൽ പ്രവർത്തിക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ അനഘ ദച്ചുവിന് പറഞ്ഞുകൊടുത്തു. ഇനിയുള്ള ദിവസങ്ങളിൽ ദക്ഷയുടെ ജീവിതം തന്നെ മാറി മറിയുന്നറിയാതെ പുതിയ ജോലിയും തനിക്ക് കിട്ടുന്ന ശമ്പളവും അതിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന കാര്യങ്ങൾ ഓർത്ത് ദക്ഷ മറ്റൊരു ലോകത്തായിരുന്നു. വീട്ടിലെത്തിയും ദച്ചു നേരെ മുത്തശ്ശിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു അവരെ പുറകിൽ നിന്ന് കെട്ടിപ്പുണർന്നു. പെട്ടെന്നുള്ള ദക്ഷയുടെ പ്രവൃത്തിയിൽ മുത്തശ്ശി ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ പിന്നീട് അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് മുത്തശ്ശിയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു വരുന്നുണ്ടായിരുന്നു. സത്യമാണോ എൻ്റെ കുട്ടി നീ പറയുന്നത്? അതേ മുത്തശ്ശി, സത്യ. മുത്തശ്ശിക്കറിയൂ ഞാനിന്ന് എത്ര സന്തോഷവതിയാണെന്ന്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇനി അധികം വൈകാതെ തന്നെ തീരും. ദക്ഷ മുത്തശ്ശിയെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവരോടായി പറഞ്ഞു. തന്റെ ദച്ചുവിന് അവൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന് തുല്യമായിട്ടുള്ള ഒരു ജോലി കിട്ടിയതിൽ അവർ ഭഗവാനോട് മനസ്സാ നന്ദി പറഞ്ഞു. അന്ന് രാത്രി മുത്തശ്ശിയും കൊച്ചുമകളും വളരെ സുഖമായി തന്നെ കിടന്നുറങ്ങി. ഇനിയുള്ള നാളുകൾ തങ്ങൾക്ക് സുഖമാണോ ദുഃഖമാണോ ഭഗവാൻ നൽകാൻ പോകുന്നെന്നറിയാതെ അവർ രണ്ടുപേരും സുഖനിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. വെങ്കിടേശ്വര മനുഷ്യൻ പണവും പ്രതാപവും കൊണ്ട് ലോകമെമ്പാടും പരന്നിടക്കുന്ന വെങ്കിടേശ്വര ഗ്രൂപ്പ്സിന്റെ തലവനാണ്. ഒന്ന് രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി, 2 മക്കൾ മഹാദേവ് വെങ്കിടേശ്വർ, ഇന്ദ്ര വെങ്കിടേശ്വർ. ഇന്ദ്ര ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്, അവരുടെ തന്നെ കോളേജ്. 2ാമത്തെ മകൻ സ്വാമിനാഥൻ, ഭാര്യ ജാനകി. 2 ആൺമക്കളാണുള്ളത്, വിഘ്നേഷ്, അർജുൻ. 2 പേരും വസിഷ്ഠ ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്നു. 3 വാസുദേവ്, ഭാര്യ അംബിക, മകൻ ആയുഷ്, മകൾ ശ്വേത. 4 സരസ്വതി, ഭർത്താവ് മാധവൻ. മക്കൾ താര, തരുണി. 5 മീനാക്ഷി, ഭർത്താവ് സഹദേവൻ. മക്കൾ ജിതിൻ, ആര്യ. തന്റെ മുറിയുടെ മുമ്പിൽ ഒരു നിഴനക്കം തോന്നിയ മഹാദേവ് തന്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയതും കണ്ടു തന്റെ അച്ഛനെയും അമ്മയെയും. അവൻ തങ്ങളെ കണ്ടു എന്ന് തോന്നിയതും ഇരുവരും പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. എന്താ അമ്മ, എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ ദേവ, സരസ്വതി വിളിച്ചിരുന്നു. താരയായിട്ടുള്ള നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് അവര് പറയുന്നത്. അത്രയും നേരം പുഞ്ചിരിച്ചിരുന്നതിന് ദേവിന്റെ മുഖം അല്പം ഗൗരവത്തിലായി. സരസ്വതി അപ്പച്ചിയുടെ വാശിക്ക ഞാനും താനും തമ്മിൽ എൻഗേജ്മെന്റ് നടത്തിയത്. അന്നേ ഞാൻ പറഞ്ഞതാ 1 വർഷത്തെ ഗ്യാപ്പ് എന്തായാലും വേണം വിവാഹത്തിന്. ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 1 മാസമായിട്ടില്ല. അപ്പോഴത്തേക്ക് അവർക്ക് വിവാഹം നടത്താനാണോ അവർ പറയുന്നത്? ഈ എൻഗേജ്മെന്റിന് മാത്രമായിട്ടാണ് ഞാൻ US നിന്ന് വന്നു പോലും. ഞാനിതിനെ കുറിച്ച് താരയോട് സംസാരിച്ചാണല്ലോ, അവൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നു പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്തായാലും അവർക്ക് ഇതിന് മാത്രം പ്രശ്നം, അതും എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന്. സത്യം തുറന്നു പറയാലമ്മ, എനിക്കിതുവരെ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നിയിട്ടില്ല. അമ്മയ്ക്കും അച്ഛനും താര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്കല്പം സമയം വേണമെന്ന്. അല്പം മുശിച്ചിലൂടെ മഹാദേവ് തന്റെ അച്ഛനോടും അമ്മയോടായി പറഞ്ഞു. അല്ല അത് പിന്നെ ദേവ, സരസ്വതി അങ്ങനെ പറഞ്ഞാലും കാര്യമുണ്ട്. സത്യത്തിൽ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നിന്റെ വിവാഹം പെട്ടെന്ന് നടക്കാൻ. നോ എന്തായാലും 6 മാസത്തേക്കൊന്നും ചെയ്യണ്ട. കാരണം എനിക്ക് അമേരിക്കയിലുള്ള എല്ലാ കമ്മിറ്റ്മെന്റും തീർക്കാൻ സമയം വേണം. അതുകൊണ്ട് 6 മാസത്തിന് ശേഷം നമുക്ക് വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കാം. അമ്മ, സരസ്വതി അപ്പച്ചിയോട് കൂടി പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞ് തന്നെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് മഹാദേവ് ഓപ്പൺ ബാൽക്കണിയിലേക്ക് നടന്നു നീങ്ങി. ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തോന്നിയ രാമചന്ദ്രൻ ലക്ഷ്മി അവനെ നോക്കി ദീർഘനിശ്വാസം എടുത്ത് അവരുടെ റൂമിലേക്ക് നടന്നു നീങ്ങി. ഈ സമയം അസ്വസ്ഥമായ മനസ്സോടെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന മഹാദേവ് തന്റെ വലതു കൈയിലെ മോതിരവിൽ കാണുന്ന താര എന്ന പേരിലേക്ക് അല്പനേരം നോക്കി നിന്നു. എന്താണ് പ്രണയം? ഈ മോതിരം തന്റെ വിരൽ അണിയിച്ചതിന് ശേഷം തനിക്ക് താരയോട് അങ്ങനെ ഒരു പ്രണയം തോന്നിയിരുന്നില്ലല്ലോ. അവൾ എത്രയോ വട്ടം മുൻകൈ എടുത്തുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. പക്ഷെ അന്നെല്ലാം അവളെ പറഞ്ഞു നിർത്തിയത് ഒന്നുകിൽ എൻ്റെ ഭാവമോ അല്ലെങ്കിൽ സംസാരമോ ആയിരുന്നു. പാവമാണ് താര, തന്നെ പോലെ ഒരുവൻ അവൾക്ക് ചേരില്ലെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞത്. പക്ഷെ അവൾ പറഞ്ഞത് വിവാഹം കഴിഞ്ഞെല്ലാം ശരിയാവുന്ന. അറേഞ്ച്ഡ് മാരേജ് കഴിച്ച് എത്രയോ പേർ വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രണയിച്ച് ജീവിക്കുന്നു. അതായിരുന്നു അവളുടെ മറുപടി. അവൾക്ക് തന്നോടുള്ള പ്രണയം എനിക്ക് എന്താണ് അവളോട് തോന്നാത്തത്? അവൾ പറഞ്ഞ പോലെ അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞവർ പ്രണയിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ താനവളെ പ്രണയിക്കുകയായിരിക്കും അല്ലേ? മഹാദേവിന്റെ മനസ്സ് അവനോട് തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ ദക്ഷ എല്ലാ ദൈവങ്ങളെയും മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യം 8:30 ഓഫീസിലെത്തി. അവൾ ചെല്ലുമ്പോൾ ഓഫീസിൽ ഒരാൾ എത്തിയിട്ടില്ല. എങ്കിലും പഞ്ച് ചെയ്തുകൊണ്ട് ദക്ഷ നേരെ ഓഫീസിലേക്ക് കയറി ചെന്നു. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു ബ്ലാക്ക് ഓടിക്കാർ ചീറിപ്പാഞ്ഞു വന്നു നിന്നു. അതിൽ നിന്നിറങ്ങി മഹാദേവ് നേരെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടു തന്നെയും കാത്തിരിക്കുന്ന ദക്ഷയെ. ദക്ഷ, കം ടു മൈ ക്യാബിൻ. അവന്റെ ഗാംഭീര്യ ശബ്ദം കേട്ടതും ദക്ഷ അറിയാതെ എഴുന്നേറ്റ് അവന്റെ കൂടെ ഓടുകയായിരുന്നു.
മഹാദേവ് ലിഫ്റ്റിൽ കയറി 7th ഫ്ലോർ ബട്ടൺ അമർത്തിയത്. ദക്ഷ അവന്റെ പുറകെ വന്ന് അവന്റെ കൂടെ ലിഫ്റ്റിൽ കയറി. ശ്വാസം പോലും എടുക്കാൻ മറന്ന് പുറകിലായി ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിന്നു അവൾ. മഹാദേവാണെങ്കിൽ തന്റെ പുറകിൽ അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ലിഫ്റ്റ് ഇറങ്ങിയതും മഹാദേവന്റെ ഒപ്പമെത്താൻ ദക്ഷ നന്നായി പാടുവിടുന്നുണ്ടായിരുന്നു. തന്റെ ക്യാബിന്റെ ഡോറൊന്ന് അകത്തേക്ക് കയറിയ മഹാദേവ് ചെയറിലായിരുന്നുകൊണ്ട് ദക്ഷയോട് ചോദിച്ചു, മാനേജർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? യെസ് സർ, ഇതാണ് സാറിന് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ചെയ്ത ലിസ്റ്റ്. ദക്ഷ മഹാദേവിന് മുമ്പിൽ ഒരു ഫയൽ എടുത്ത് നിവർത്തി അവന്റെ അടുക്കിലേക്ക് വെച്ചു കൊടുത്തു. എല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം മഹാദേവ് ദക്ഷയോടായി പറഞ്ഞു, ഓക്കെ, 10 മണിക്ക് ഹോട്ടൽ പാലസിൽ വെച്ച് എനിക്ക് ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്. അതിനുമുമ്പ് എന്തൊക്കെ ഫയലാണ് സൈൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം 15 മിനിറ്റിനുള്ളിൽ എന്റെ ക്യാബിനിൽ എത്തണം. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളെയും വിളിച്ച് ഇപ്പോൾ തന്നെ പറയാൻ മറക്കണ്ട. യു ഗോട്ട് ഇറ്റ്? അത്രയും ദക്ഷയുടെ മുഖത്ത് നോക്കി പറഞ്ഞ മഹാദേവ് തന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ച് അവന്റെ വർക്കിലേക്ക് കടന്നു. ദക്ഷ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് മഹാദേവിനെ ദയനീയമായി നോക്കി നിന്നു. 1 മണിക്കൂർ കൊണ്ട് തന്നെ അവന്റെ സ്വഭാവവും വർക്കിനുള്ള കമ്മിറ്റ്മെന്റും ദക്ഷയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ദക്ഷ ആ റൂമിൽ തന്നെയുള്ള മറ്റൊരു ചെയറിലായി പോയിരുന്നുകൊണ്ട് ഫോൺ എടുത്ത് ആ ഓഫീസിലെ എല്ലാ ഹെഡുകളെയും വിളിച്ച് സൈൻ ചെയ്യേണ്ട ഫയൽ എത്രയും പെട്ടെന്ന് ക്യാബിലെത്തിക്കാൻ വേണ്ടി പറഞ്ഞു. 15 മിനിറ്റുകളിൽ തന്നെ എല്ലാ ഹെഡുകളും അവരുടെ ഫയലുകളുമായി എത്തിയിരുന്നു. ഈ സമയം ദക്ഷ ലാപ്ടോപ്പിൽ മഹാദേവ് നൽകിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനോട് ചേർന്നില്ലെങ്കിലും ആ മുറിയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ അസ്വസ്ഥതയും ദക്ഷക്കുണ്ടായിരുന്നു. അവൾക്കൊന്ന് നേരാവണ്ണം ശ്വാസം വിടാൻ പോലും ഭയം തോന്നി. താൻ ഈ ഫയൽ എന്നോട് കാണിച്ചു വെച്ചിരിക്കുന്നത്, പോയെല്ലാം ശരിയാക്കി പാടോ? അത് പിന്നെ സാർ, ഞാൻ മുന്നിൽ നിൽക്കുന്ന പയ്യൻ അവന് വിറയിലൂടെ നോക്കണമെന്നോ പറയാൻ വന്നു. ഐ സെഡ് യു ഗെറ്റ് ഔട്ട്, യു ഫൂൾ. അവന്റെ അലർച്ചയോടൊപ്പം കയ്യിലുണ്ടായിരുന്ന ഫയലും ക്യാബിന്റെ ഡോറിന്റെ അടുത്തേക്ക് പറന്നുപോയി. ഇതെല്ലാം കണ്ട് പേടിച്ച് പറിച്ച് ശ്വാസം എടുക്കാൻ പോലും മറന്ന് മഹാദേവിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ദക്ഷ. വാട്ട്? വൈ ആർ യു സ്റ്റെയറിംഗ് അറ്റ് മീ? മഹാദേവിന്റെ അലർച്ചയുള്ള ചോദ്യമാണ് താൻ ഇത്രയും നേരം അവനെ തന്നെ നോക്കിയിരിക്കുകയാണെന്നുള്ള സത്യം ദക്ഷ മനസ്സിലാക്കിയത്. അവൾ തന്റെ തല ഉയർത്തിക്കൊണ്ട് വിലങ്ങിനെ ആട്ടി. Then do your job fast. I need that work finished urgently. Yes sir. മഹാദേവിന്റെ അടുത്ത അലർച്ചയിൽ തന്നെ പാവം ദക്ഷ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. താനിപ്പോ ചെന്നുകൊണ്ടിരിക്കാൻ തനി വെട്ടുപോത്തിന്റെ അടുത്താണെന്നുള്ള നഗ്ന സത്യം ദക്ഷ അധികം വൈകാതെ തന്നെ മനസ്സിലാക്കി. ദക്ഷ കാമിച്ചു മീ. അത്രയും പറഞ്ഞ കാറ്റ് പോലെ മഹാദേവ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇയാളിപ്പോ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയതെന്ന് ആദ്യം ദക്ഷയ്ക്ക് മനസ്സിലായില്ല. പിന്നീടാണ് അവൾ കത്തിയത്. അയ്യോ, മീറ്റിംഗ്. അതും പറഞ്ഞ് അവൾ വേഗം ലാപ്ടോപ്പും തൊട്ടടുന്ന ഫയലും എടുത്ത് അവന്റെ പുറകെ ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. പുറത്ത് റിസപ്ഷനിൽ ഇരിക്കുന്ന അനഘ ദക്ഷയുടെ ഓട്ടം കണ്ട് വാവിളിച്ചു പോയി. അന്ന് വിട്ടു നോക്കുന്ന തന്റെ അനഘയെ നോക്കി തലയാട്ടിക്കൊണ്ടെന്ന് യാത്ര പറഞ്ഞു ദക്ഷ ദേവിന്റെ കാറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കാറിന്റെ മുമ്പിൽ കയറണോ പിൻപിൽ കയറണോ എന്നറിയാതെ അവൾ അവിടെ നിന്നോണ്ട് കാറിനെ തന്നെ നോക്കിക്കുമ്പോഴായിരുന്നു മഹാദേവന്റെ അടുത്ത അലർച്ച അവൾ കേട്ടത്. വൈ ആർ യു സ്റ്റാൻഡിംഗ്? കം ഓൺ, ഗെറ്റ് ഇൻ ദി കാർ. അവന്റെ അടുത്ത ചോദ്യത്തിൽ ദക്ഷ ഒന്ന് പേടിച്ചെങ്കിലും അവൾ എങ്ങനെയൊക്കെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു. അത് പിന്നെ എവിടെയാ കയറേണ്ടത്? അത് കേട്ട് മഹാദേവിനാകെ വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് മഹാദേവ് ദക്ഷയോട് പറഞ്ഞു, നോക്കി നിൽക്കാതെ പുറകിലേക്ക് കയറടി. മഹാദേവ് പുറകിലാണ് ഇരിക്കുന്നത്. അവന്റെ കൂടെ ഇരിക്കാൻ ദക്ഷക്കൽപ്പം മടി തോന്നിയെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ അവളും കാറിൽ കയറിയിരുന്നു. ആ കാർ ഹോട്ടൽ പാലസ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നു.